ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഖത്തറിന്റെ ദേശീയ ദിനാഘോഷങ്ങൾക്ക് ഡിസംബർ 10-ന് സാലലെ ദർബൽസായിൽ ഔദ്യോഗിക തുടക്കമാകും. സാംസ്കാരിക മന്ത്രാലയമാണ് ആഘോഷങ്ങൾക്ക് പിന്നിൽ. രാജ്യത്തിന്റെ തനത് സംസ്കാരം എടുത്തുകാട്ടുന്ന പരമ്പരാഗത കാഴ്ചകളാണ് ഇവിടുത്തെ പ്രത്യേകത. ദേശീയ ദിനമായ 18 വരെ നീളുന്ന ആഘോഷങ്ങളിൽ ഇത്തവണ 15 പ്രധാന ഇവന്റുകളും 104 ആക്ടിവിറ്റികളുമാണ് നടക്കുക. 10 ദിവസം നീളുന്ന പൈതൃക സാംസ്കാരിക വിദ്യാഭ്യാസ വിനോദ പരിപാടികളാണ് ഇവിടുത്തെ ആകർഷണം. രാജ്യത്തെ സ്വദേശികൾക്കും പ്രവാസികൾക്കും സന്ദർശകർക്കും ഒരുപോലെ ആസ്വദിക്കാനും പങ്കെടുക്കാനും കഴിയുന്ന തരത്തിൽ വിവിധ വിഭാഗങ്ങളിലായാണ് പരിപാടികൾ നടക്കുന്നത്. പ്രധാന വേദിയിൽ മന്ത്രാലയങ്ങളുടെയും സർക്കാർ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ വിദ്യാഭ്യാസ സാംസ്കാരിക മത്സരങ്ങൾ ഉണ്ടാകും. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും ലഭിക്കും. ഈ മാസം 10 മുതൽ 18 വരെ ദിവസവും ഉച്ചയ്ക്ക് 3 മണി മുതൽ രാത്രി 11 വരെയാണ് പ്രവേശനം. സന്ദർശകർക്കായി ഭക്ഷണ പാനീയ വിൽപ്പനശാലകളും കഫേകളും ഇവിടെയുണ്ടാകും. രാജ്യത്ത് തണുപ്പുകാലം ആരംഭിച്ചതോടെ ഇലക്ട്രിക് ഹീറ്ററുകൾ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസിന്റെ മുന്നറിയിപ്പ്. ഹീറ്ററുകൾ ഉപയോഗിക്കുമ്പോൾ സേഫ്റ്റി നിർദ്ദേശങ്ങൾ പാലിക്കുകയും വേണം. കുട്ടികളെ ഹീറ്ററുകളുടെ സമീപത്തു നിന്നും അകറ്റി നിർത്താൻ ശ്രദ്ധിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ദുബൈയിൽ വാഹനമോടിക്കുന്നവർ ഇനി മുതൽ കൂടുതൽ ജാഗ്രതയോടെ വാഹനമോടിക്കണം. കാരണം ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്താൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അത്യാധുനിക റഡാർ സാങ്കേതികവിദ്യ ദുബൈയിലെ തെരുവുകളിലും പ്രധാന റോഡുകളിലുമുണ്ട്. 6 വ്യത്യസ്ത ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്താൻ കഴിവുള്ളവയാണ് ഈ റഡാറുകൾ. KTC ഇന്റർനാഷണൽ വികസിപ്പിച്ചെടുത്ത ഈ റഡാറുകൾ റോഡ് സുരക്ഷ മെച്ചപ്പെടുത്താനും ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്നു. ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ, പെട്ടെന്നുള്ള ലൈൻ മാറ്റം, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ, തെറ്റായ ലൈനിൽ വാഹനമോടിക്കൽ, വിൻഷീൽഡുകൾക്ക് നിയമവിരുദ്ധമായി ടിൻറ്റ് നൽകൽ തുടങ്ങിയ നിയമലംഘനങ്ങൾ നൂതന റഡാറിന് തിരിച്ചറിയാൻ കഴിയുമെന്ന് KTC ഇന്റർനാഷണൽ കമ്പനിയുടെ ജനറൽ മാനേജിംഗ് ഇയാദ് അൽ ബർക്കാവി അറിയിച്ചു. നിയമലംഘനങ്ങളുടെ തത്സമയ ഫൂട്ടേജ് വിശകലനം ചെയ്യുന്നതിനും ലംഘനങ്ങളുടെ കൃത്യമായ കണ്ടെത്തലും ഡോക്യുമെന്റേഷനും ഉറപ്പാക്കുന്നതിനും ഉപകരണം AI സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റഡാറുകൾ നിയമലംഘനങ്ങൾ കൃത്യമായി തിരിച്ചറിയുമെന്ന് അൽ ബർക്കാവി കൂട്ടിച്ചേർത്തു. UAE പാസ്പോർട്ടിന് ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് എന്ന ബഹുമതി വീണ്ടും ലഭിച്ചു. ഫിനാൻഷ്യൽ കൺസൾട്ടൻസിയായ ആർട്ട് ആൻഡ് ക്യാപിറ്റലിന്റെ ഏറ്റവും പുതിയ പാസ്പോർട്ട് സൂചിക പ്രകാരമാണ് UAE പാസ്പോർട്ട് ലോകത്തിലെ ഏറ്റവും ശക്തമെന്ന സ്ഥാനം വീണ്ടും ഉറപ്പിച്ചത്. UAE പാസ്പോർട്ട് ഉടമകൾക്ക് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള 150 ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് വിസാരഹിത പ്രവേശനം ആസ്വദിക്കാമെന്നതാണ് ഇതിന്റെ നേട്ടം. UAE പാസ്പോർട്ടിന്റെ സമീപകാല അപ്ഡേറ്റുകൾ അതിന്റെ വ്യാപ്തി കൂടുതൽ വിപുലീകരിച്ചുകൊണ്ട് 127 രാജ്യങ്ങളിലേക്ക് വിസാരഹിത പ്രവേശനം അനുവദിച്ചിരുന്നു. കൂടാതെ 53 രാജ്യങ്ങൾ വിസ ഓൺ അറൈവൽ സൗകര്യം അനുവദിക്കുകയും ചെയ്തു. അഥവാ UAE പാസ്പോർട്ട് ഉടമകളായ എമിറാത്തികൾക്ക് ലോകത്തിലെ 90% രാജ്യങ്ങളിലും കുറഞ്ഞ നിയന്ത്രണങ്ങളോടെ യാത്ര ചെയ്യാം. അതായത് ആഗോളതലത്തിൽ അംഗീകൃതമായ 198 രാജ്യങ്ങളിൽ 18 രാജ്യങ്ങൾക്ക് മാത്രമേ UAE പാസ്പോർട്ട് ഉടമകൾക്ക് പ്രവേശനത്തിന് മുൻകൂട്ടി അംഗീകാരമുള്ള വിസ ആവശ്യമുള്ളൂ. പാസ്പോർട്ട് ഉടമകൾക്ക് വിസയില്ലാതെ സന്ദർശിക്കാൻ കഴിയുന്ന രാജ്യങ്ങളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയാണ് പാസ്പോർട്ട് ഇൻഡെക്സ് അവയെ റാങ്ക് ചെയ്യുന്നത്. ഇതുപ്രകാരം മികച്ച 5 പാസ്പോർട്ടുകൾ ഇനി പറയുന്നു. 180 വിസാരഹിത രാജ്യങ്ങളുമായി UAE ആണ് റാങ്കിങ്ങിൽ ഏറ്റവും മുന്നിൽ. 179 രാജ്യങ്ങളിലേക്ക് പ്രവേശനാനുമതിയുമായി 2ാം സ്ഥാനത്ത് സ്പെയിനാണ്. 3ാം സ്ഥാനത്ത് ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി എന്നിവയുൾപ്പെടെ 14 രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളിലെ പാസ്പോർട്ട് ഉടമകൾക്ക് 178 രാജ്യങ്ങളിലേക്ക് തടസ്സമില്ലാത്ത പ്രവേശനം സാധ്യമാണ്. സ്വീഡൻ, പോളണ്ട്, ഹംഗറി എന്നീ രാജ്യങ്ങളിലെ പാസ്പോർട്ടാണ് 4ാം സ്ഥാനത്തുള്ളത്. ഇവ ഉപയോഗിച്ച് 177 രാജ്യങ്ങളിലേക്ക് വിസാരഹിത പ്രവേശനത്തിന് അനുമതിയുണ്ട്. ചെക്ക് റിപ്പബ്ലിക്, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളാണ് 5ാം സ്ഥാനത്ത്. ഇവിടങ്ങളിലെ പാസ്പോർട്ട് ഉപയോഗിച്ച് 176 രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ പ്രവേശിക്കാം. 180 രാജ്യങ്ങളിലേക്കുള്ള തടസ്സരഹിത പ്രവേശനാനുമതി എന്ന നേട്ടത്തിന് പുറമെ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ്, പോർട്ട് സെക്യൂരിറ്റി
21 വയസ്സും അതിൽ കൂടുതലുമുള്ള പൗരന്മാർക്ക് 10 വർഷം വരെ കാലാവധിയുള്ള UAE പാസ്പോർട്ടുകൾ നൽകുന്നതിനുള്ള ഒരു പുതിയ സംരംഭം അവതരിപ്പിച്ചതും UAE പാസ്പോർട്ടിന്റെ റാങ്കിങ്ങിൽ നിർണായകമായി. കുവൈറ്റിൽ വൻ ലഹരിമരുന്ന് വേട്ട. മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസിയായ ജനറൽ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലുള്ള ക്രിമിനൽ സെക്യൂരിറ്റി വിഭാഗം ഒരു വലിയ അനധികൃത മദ്യവ്യാപാര ശൃംഖല കണ്ടെത്തിയതായി ആഭ്യന്തര മന്ത്രാലയം അധികൃതർ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡുകളിൽ അനധികൃത വ്യാപാരത്തിൽ ഏർപ്പെട്ടതിന് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള 17 വ്യക്തികളെ അറസ്റ്റ് ചെയ്തതായി മന്ത്രാലയം വൃത്തം സൂചിപ്പിച്ചു. രാജ്യത്ത് ഈയിടെ മയക്കുമരുന്നിനും മദ്യത്തിനും എതിരായ ക്യാമ്പയിൻ ആഭ്യന്തര മന്ത്രാലയം ശക്തിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ലഹരി വിരുദ്ധ റെയ്ഡ് നടത്തിയത്. 1 ലക്ഷം കുവൈറ്റ് ദിനാർ വിപണി മൂല്യം കണക്കാക്കുന്ന വ്യത്യസ്ത തരത്തിലും വലിപ്പത്തിലുമുള്ള 1284 മദ്യക്കുപ്പികളും ലഹരി വസ്തുക്കളും റെയ്ഡിൽ കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ മയക്കുമരുന്നിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ശക്തമായ നടപടികളുടെ ഭാഗമായി നടത്തിയ പരിശോധനകളിലാണ് ഇത്രയേറെ ലഹരി വസ്തുക്കളുടെ ശേഖരം പിടികൂടിയത്. കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ വിതരണം ചെയ്യുന്നതിന് പ്രാദേശികമായി ഉൽപ്പാദിപ്പിച്ചവയായിരുന്നു മദ്യമെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇവ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നതിന് ശക്തമായ വിതരണ ശൃംഖലയും പ്രവർത്തിച്ചിരുന്നു. ഈ ശൃംഖലയിൽപ്പെട്ട കണ്ണികളെയാണ് പോലീസ് കണ്ടെത്തി അറസ്റ്റ് ചെയ്തത്. മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായ നടപടികൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. പ്രവാസികളെ ഏറെ ദുരിതത്തിലാക്കിയിരുന്ന വിമാന ടിക്കറ്റ് നിരക്ക് വർധനവിൽ കേന്ദ്ര സർക്കാർ ഇടപെടാൻ ഒരുങ്ങുന്നു. വിമാന കമ്പനികൾ സ്വന്തം നിലയ്ക്ക് യാത്രാക്കൂലി വർദ്ധിപ്പിക്കുന്നതിന് നിയന്ത്രണം വരുത്തുന്നതിനാണ് നടപടികൾ വരുന്നത്. യാത്രാ നിരക്ക് യഥേഷ്ടം വർദ്ധിപ്പിക്കുന്നത് ഇതോടെ ഇല്ലാതാകും. ഇതിന്റെ ആദ്യ നടപടിയായി യാത്രാ നിരക്കിൽ മാറ്റം വരുത്തിക്കൊണ്ട് 24 മണിക്കൂറിനുള്ളിൽ അറിയിച്ചാൽ മതിയെന്ന വ്യവസ്ഥയാണ് നീക്കം ചെയ്യുക. സിവിൽ ഏവിയേഷൻ മന്ത്രി കെ രാംമോഹൻ നായിഡുവാണ് രാജ്യസഭയിൽ ഇത് സംബന്ധിച്ച് സൂചന നൽകിയത്. താങ്ങാനാകുന്ന യാത്രാ നിരക്ക് കൊണ്ടുവരാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും കൂട്ടിച്ചേർത്തു. വിമാന യാത്രാ നിരക്കുകളിലെ ക്രമക്കേടുകൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ വിമാന കമ്പനികൾ നിരക്കുകളിൽ വരുത്തുന്ന മാറ്റം 24 മണിക്കൂറിനുള്ളിൽ അറിയിച്ചാൽ മതിയെന്ന വ്യവസ്ഥയാണ് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നത്. വിമാന നിരക്കിലെ ക്രമക്കേടുകൾ പരിഹരിക്കാൻ ഇത്തരത്തിലുള്ള നീക്കത്തിന് സാധിക്കുമെന്നും നായിഡു കൂട്ടിച്ചേർത്തു. അടിക്കടിയുണ്ടാകുന്ന വിമാന യാത്രാ നിരക്ക് വർധനവിനെ തുടർന്ന് ദുരിതമനുഭവിക്കുന്ന പ്രവാസികൾ ഏറെക്കാലമായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തോട് ഇതിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടിരുന്നു. വിഷയത്തിൽ ഇടപെടാൻ പരിമിതികളുണ്ടെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. എന്നാൽ വിഷയം പാർലമെന്റിലും പുറത്തും ജനപ്രതിനിധികളും പ്രവാസികളും സംഘടനകളും നിരന്തരം ഉയർത്തിയതോടെ പരിഹാര വഴികളെക്കുറിച്ച് ആലോചനകളിലേക്ക് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം കടക്കുകയായിരുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.